അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവരോട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, എന്നാൽ ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ നമുക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ളവരോട്, വളരെ ഇഷ്ടപ്പെടുന്നവരോട്, ഇങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കാം. അതായത് നമ്മുടെ അടുത്ത ഫാമിലീസ്, ഫ്രണ്ട്സ്, ഇവരോടൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. എന്നാൽ നമ്മൾ സംസാരിക്കുന്നതിൽ ലിമിറ്റ് വെക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അവരോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളെ മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിൽ അവരോട് നമ്മളെ ഡ്രീംസ്, നമ്മളെ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങൾക്ക് വില തരുന്നില്ല. നിങ്ങളിപ്പോൾ പറയാണ് ഞാൻ അടുത്ത മാസം ഈ കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മളെ പ്ലാനിങ്ങുകളും ഡ്രീംസും ഒക്കെ പറയുമ്പോൾ ഓക്കെ അതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ചോദിക്കുന്നവരോട് എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുക, അല്ലെങ്കിൽ നമ്മളെ എന്ത് ഡ്രീംസ് പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് നിങ്ങളെ ഡ്രീംസും പ്ലാനിങ്സും ഒന്നും പറയാൻ നിൽക്കരുത്. 2 സാലറിയാണ്, നിങ്ങളെ ശമ്പളം ഇത്രയാണ് എന്നുള്ളത് അതാരോടും പറയേണ്ട ആവശ്യം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അത് നിങ്ങളുടെ നെഗറ്റീവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവോ ആയിക്കോട്ടെ, നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. ഇതിൽ പരാതികളും പെടും. അതായത് എനിക്കതില്ല, ഇതില്ല, എനിക്കത് വേണം, ഇത് വേണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് ശമ്പളം കുറവാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരാളോടും പറയരുത്. ഇങ്ങനെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഒരാൾക്കും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വേദനിപ്പിക്കുന്നവരോട് എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. പ്രത്യേകിച്ച് അത് ഇൻലോസിന്റെ അടുത്താണ് സൂക്ഷിക്കേണ്ടത്. മാത്രമല്ല പുറത്തുള്ളവരായാലും തിരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന തരുന്ന കാര്യങ്ങളാണ് പറയാമെന്നറിയുന്നവരാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രത്യേകം നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെ, അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതായത് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ആൻസറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൻസർ കൊടുക്കാമെന്ന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. അതുപോലെ പിന്നെ നമുക്ക് ചില ആളുകൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴോ എന്താണെങ്കിലും അവരുടെ നെയിമിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്മൈലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിഹ്നങ്ങൾ, അപ്പോൾ ഇവരോട് സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിൽ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ച് വെക്കുക. ആ കാര്യം നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കുക. ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ ആളുകളോട് ഞാൻ സംസാരിക്കുള്ളൂ എന്നുള്ളത്. ഇനി അടുത്തതായി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാളോട് ചോദിക്കാതിരിക്കുക. അതായത് കുട്ടിയില്ലാത്ത ഒരാളാണെങ്കിൽ അവരോട് ആ കാര്യത്തെക്കുറിച്ച് കുത്തി ചോദിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം നടക്കാത്തവരാണെങ്കിൽ അവരോട് ആ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ജോലി ഇല്ലാത്തവരോ വീടില്ലാത്തവരോ ഒക്കെ ആണെങ്കിൽ അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തി ചോദിക്കാതിരിക്കുക. ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കാതിരിക്കുക. പിന്നെ കളിയാക്കുന്നവരോട് അങ്ങോട്ട് തിരിച്ചും കളിയാക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ പേഴ്സണലായിട്ടുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പിന്നീട് അത് വെച്ച് നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടും നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. അങ്ങനെയുള്ളവരോട് നിങ്ങളെ പ്രശ്നങ്ങളോ നിങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒന്നും പറയാതിരിക്കുക. പിന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയരുത്. ഇത് നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ പാകത്തിന് മാത്രം, ആവശ്യത്തിന് മാത്രം എല്ലാവരോടും സംസാരിക്കുക. ഓവറായിട്ട് അനാവശ്യ കാര്യങ്ങൾ ഒരാളോടും സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത സുഹൃത്താണ്, നമ്മളെ ക്ലോസ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മളെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ സ്വന്തം സഹോദരിമാർ, സഹോദരന്മാർ, ഇങ്ങനെയുള്ളവരോടൊക്കെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കാം. അടുത്തത്, നിങ്ങൾ കളവ് പറയരുത്. തമാശക്കാണെങ്കിൽ പോലും കളവ് പറയുന്നത് നല്ലതല്ല. ചെറിയ കാര്യങ്ങൾക്ക് വരെ കളവ് പറയുന്നവരുണ്ടാവും നമുക്കിടയിൽ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇനി മുതൽ കളവ് പറയുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു കാര്യത്തിന് നമ്മൾ കളവ് പറഞ്ഞാൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കളവ് പറയേണ്ടി വരും. അപ്പോൾ ആ ശീലം നിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത്, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. അതായത് നമ്മൾ 2 പേര് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ മൂന്നാമതൊരാളെ കുറിച്ച് മാത്രം സംസാരിച്ചിരിക്കരുത്. അതിനെയാണ് ഇസ്ലാമിലെ ഈബത്ത് എന്ന് പറയുന്നത്. അതായത് അയാൾക്കുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും, അയാളുടെ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും. ഇനിയിപ്പോൾ ഉള്ള കാര്യമാണെങ്കിൽ ഈബത്തും, ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമീമത്തുമാണ്.
ഇത് രണ്ടും ഇസ്ലാമിൽ ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ അറിയുന്നതോ ആയ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് അയാൾ അറിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള സംസാരം പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിക്കാം. പിന്നെ നമ്മളെ മണ്ടത്തരങ്ങൾ കാണുന്നവരോടെല്ലാം പറയാതിരിക്കുക. അതായത് മുമ്പ് നമുക്ക് സംഭവിച്ചു പോയ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ, മണ്ടത്തരങ്ങൾ ഇതൊക്കെ എല്ലാവരോടും പറയാതിരിക്കുക. അതുപോലെ നിങ്ങളെ പാസ്റ്റിനെ കുറിച്ച്, നിങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ നല്ലതോ ചീത്തതോ ആയ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഒരു കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അടുത്തോ അവരോടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ പറയാം. പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സ്വന്തം മക്കളോടാണെങ്കിൽ പോലും ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരോട് പാകത്തിന് മാത്രം സംസാരിക്കുക. മിതമായ രീതിയിൽ മാത്രം, അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുക. പിന്നെ രണ്ടു പേർക്കും കേൾക്കാൻ താല്പര്യമുള്ള, പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അറിയാത്തതിനെ കുറിച്ച് സംസാരിക്കരുത്. അതായത് എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. നിങ്ങളെ കുറിച്ച് താഴ്ത്തിയും പുകഴ്ത്തിയും സംസാരിക്കാതിരിക്കുക. അതായത് പൊങ്ങച്ചം എന്നൊക്കെ പറയും. നമ്മളെ കുറിച്ച് തന്നെ ഞാൻ അതാക്കി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ നമ്മളെക്കുറിച്ച് മാത്രം പുകഴ്ത്തി പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാതിരിക്കുക. പിന്നെ ഇപ്പോൾ ഏത് മുതിർന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും വരെ ഉള്ള കാര്യമാണ് കൂട്ടുകാർ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ സഹോദരന്മാർ അല്ലെങ്കിൽ അവരുടെ ഉപ്പമാർ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് വേണം എപ്പോഴും സംസാരിക്കാൻ. ഇത് എനിക്ക് തന്നെ പാരയാകുന്നു തോന്നുന്ന ഏത് സ്ഥലമാണെങ്കിലും അവിടെ നിങ്ങൾ മിണ്ടാണ്ടേ ഇരിക്കുക. നമ്മൾ ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ അപ്പോൾ അവർ പറയും ഇതെന്താ പക്വത കൂടിയോ അല്ലെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിപ്പോയോ എന്നൊക്കെ, എന്താ പെട്ടെന്നൊരു മാറ്റം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സംസാരം നിർത്തുക. കാരണം ഞാനും നിങ്ങളെ പോലെ ചെറുപ്പത്തിൽ ഓവറായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എത്ര ദൂരം എത്ര സമയമെടുക്കുമെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയാം. ഈ കാര്യങ്ങളൊന്നും ഇന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായി മാറ്റി തുടങ്ങുക. പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല. എന്നാൽ പതുക്കെ പതുക്കെ നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ഏത് കാര്യമാണോ, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളെ പഴയൊരു ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒക്കെ എഴുതി വെക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം എഴുതി വെച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിച്ചാൽ എളുപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്ത കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മളോട് സംസാരിക്കാൻ വരാത്ത ചില ആളുകളൊക്കെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഞാനും ഒരുപാട് ഓവറായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് ഒരു സമയം എത്തിയപ്പോൾ ഇതെല്ലാം മാറ്റിയെടുക്കണം എന്ന് തോന്നിയപ്പോൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.